കൊക്കക്കോളയെ മുട്ടുകുത്തിച്ച പ്ലാച്ചിമടയിൽ പ്ലാച്ചിമട സമരസമിതിയും ജനതാദൾ എസും നേർക്കുനേർ പോരാട്ടത്തിൽ. പ്ലാച്ചിമട സമരസമിതി നേതാവ് വിളയോടി വേണുഗോപാലിനെ നേരിടാൻ പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെയാണ് ജനതാദൾ രംഗത്തിറക്കിയിട്ടുള്ളത്. സമരസമിതിക്ക് കോൺഗ്രസും ബിജെപിയും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതോടെ മത്സരഫലം പ്രവചനാതീതമായി കഴിഞ്ഞു. പെരുമാട്ടി പഞ്ചായത്തിലെ 8ാം വാർഡായ പ്ലാച്ചിമടയിലാണ് 2 സ്ഥാനാർത്ഥികൾ മാത്രമുള്ള പോരാട്ടം നടക്കുന്നത്. പ്ലാച്ചിമട സമരസമിതി നേതാവായ വിളയോടി വേണുഗോപാലും പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷും തമ്മിലാണ് മത്സരം. ആദ്യമായി തെരഞ്ഞെടുപ്പ് മത്സരത്തിനിറങ്ങുന്ന വിളയോടി വേണുഗോപാൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ജനതാദൾ എസിന്റെ രാഷ്ട്രീയ ഗുണ്ടായിസത്തിനെതിരെയും ഫാസിസ്റ്റ് നടപടിക്കെതിരെയുമാണ് തന്റെ പോരാട്ടമെന്ന് വിളയോടി വ്യക്തമാക്കുന്നു. ഇവിടെ മനുഷ്യനുള്ള സ്വാതന്ത്ര്യ നിഷേധമാണ്. രാഷ്ട്രീയ ഫാസിസം ഇവിടെ നിലനിൽക്കുന്ന വെച്ചാൽ ഏത് കക്ഷിയായാലും ഏത് മുന്നണിയായാലും അത് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. അങ്ങനെ മനുഷ്യാവകാശ ലംഘനവും പൗരാവകാശ ലംഘനത്തിന് കണ്ടുകൊണ്ടാണ് ഒരു പൗരാവകാശ പ്രവർത്തകനായ ഞാൻ ഈ പെരുമാട്ടി പഞ്ചായത്തിൽ 8ാം വാർഡിൽ മത്സരിക്കുവാനുള്ള. ജനതാദൾ എസിന് വലിയ സ്വാധീനമുള്ള ഈ വാർഡിൽ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ കോൺഗ്രസും ബിജെപിയും സ്ഥാനാർത്ഥിയെ നിർത്താതെ വിളയോടി വേണുഗോപാലിന് പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്നാണ് പ്ലാച്ചിമട സമരസമിതിയുടെ പ്രതീക്ഷ. എന്നാൽ കൊക്കക്കോളയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത തങ്ങൾക്ക് വിജയത്തെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ലെന്ന് ജനതാദൾ എസ് സ്ഥാനാർത്ഥിയും പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായ സുരേഷ് പറഞ്ഞു. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ കൊക്കക്കോള കമ്പനി തന്നെ നിർത്തിയത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ശക്തമായ ഇടപെടലും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഏറ്റെടുത്തതുകൊണ്ടാണ് അത് ഈ കൊക്കക്കോള സമരം നടത്തിയത്. ജലചൂഷണം നടത്തിയ കൊക്കക്കോളയെ ആട്ടിയിറക്കിയ മണ്ണായ പ്ലാച്ചിമടയിൽ പോരാട്ടം കനത്തതോടെ മത്സരം പ്രവചനാതീതമായി. റിപ്പോർട്ടർ, പാലക്കാട്.